പാലക്കാട് ഒറ്റപ്പാലം മണ്ഡലത്തിലെ 4 ബൂത്തുകളിൽ കള്ളവോട്ട് നടന്നെന്ന് പരാതി. ഒറ്റപ്പാലം മീറ്റ്ന സീനിയർ ബേസിക് സ്കൂളിലെ 168, 169 ബൂത്തുകളിലും പടിഞ്ഞാർക്കര LP സ്കൂളിലെ 163 നമ്പർ ബൂത്തിലുമാണ് ഈ കള്ളവോട്ടിന്റെ പരാതി ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. വിവരങ്ങളുമായി പാലക്കാട് നിന്ന് ഷാരിഖ് നവാസ് ചേരുന്നു. ഷാരിഖ് നവാസ്, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? ദിലീപ് കുമാർ അസിത, ഈ ഒറ്റപ്പാലം മീറ്റ്ന സീനിയർ ബേസിക് സ്കൂളിലെ 168, 169 ബൂത്തുകളിലും അതുപോലെ തന്നെ ആ പ്രദേശത്തുള്ള പടിഞ്ഞാർക്കര LP സ്കൂളിലെ 163 ബൂത്തിലും അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള പഞ്ചായത്തായ അമ്പലപ്പാറ LP സ്കൂളിലെ 98 നമ്പർ ബൂത്തിലുമാണ് ഇത്തരത്തിൽ വ്യാപകമായി കള്ളവോട്ട് നടന്നതായി പരാതിയുള്ളത്. ഇത് ഈ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മുന്നണി, UDF മുന്നണി ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകി പ്രതിഷേധവുമായി രംഗത്തെത്തി. അപ്പോൾ ഇവിടെയൊക്കെ മറ്റാരൊക്കെയോ വോട്ട് ചെയ്തു എന്നാണ് ഈ വോട്ടർമാർ ബൂത്തുകളിലെത്തിയപ്പോൾ ഉദ്യോഗസ്ഥർ അറിയിച്ചത്. തുടർന്ന് ഇവരെല്ലാം വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. അത്തരത്തിൽ വോട്ട് അവർക്ക് ചെയ്യാനായി പിന്നീട് ടെൻഡർ വോട്ടിലൂടെ വോട്ട് ചെയ്യാനായി, ബാലറ്റ് മുഖേന വോട്ട് ചെയ്യാനായി അവർക്ക് അവസരം നൽകുകയുണ്ടായി. ഇത്തരത്തിൽ ഒറ്റപ്പാലത്ത് മാത്രമല്ല, മുൻപ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഷൊർണൂർ നിയോജക മണ്ഡലത്തിലും അതുപോലെ തന്നെ മലമ്പുഴ നിയോജക മണ്ഡലത്തിലെ പുതുപ്പരായിരം പഞ്ചായത്തിലെ ഒരു ബൂത്തിലും ഇത്തരത്തിൽ വ്യാപകമായി കള്ളവോട്ട് നടന്നതായി പരാതിയുണ്ട്. ഈ ഭാഗങ്ങളിലെല്ലാം വോട്ടർമാരെത്തുമ്പോൾ മറ്റ് ആരൊക്കെ വോട്ട് ചെയ്തു എന്ന് മാത്രമാണ് ഇവർക്ക് അറിയാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് UDFും അതുപോലെ തന്നെ മലമ്പുഴയിൽ BJPയും ഒക്കെ പരാതി നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അവർ റിട്ടേണിംഗ് ഓഫീസർമാർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഈ പോളിംഗ് ബൂത്തിലെ ഉദ്യോഗസ്ഥർമാർ ഇവരുടെ, അതായത് വോട്ട് ചെയ്യാൻ എത്തുന്നവരുടെ ID പ്രൂഫ് കൃത്യമായി പരിശോധിക്കുന്നില്ല എന്നുള്ള ആക്ഷേപം ഉൾപ്പെടെയാണ് ഉന്നയിക്കുന്നത്. ഇത്തരത്തിൽ അവരെ കൂടുതലായി പരിശോധിക്കുന്നില്ല. ID പ്രൂഫ്, അതായത് വയോധികനായ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തുമ്പോൾ അവരുടെ ID പ്രൂഫ് നോക്കുന്നില്ല, അവരുടെ ഫോട്ടോ, അതുമായി ബന്ധപ്പെട്ട ID പ്രൂഫിലുള്ള ചിത്രം വോട്ട് ചെയ്യാനെത്തുന്ന ആളുടേതാണോ എന്നുള്ള ഉൾപ്പെടെയുള്ള പരിശോധന കൃത്യമായി നടത്തുന്നില്ല എന്നുൾപ്പെടെ BJP സ്ഥാനാർത്ഥിയായ C കൃഷ്ണകുമാറും അതുപോലെ തന്നെ UDF ഒറ്റപ്പാലത്തെ UDF നേതാക്കളും ഉൾപ്പെടെയുള്ളവർ ആക്ഷേപം ഉന്നയിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അവർ ഇതിനോടകം തന്നെ പരാതി നൽകി കഴിഞ്ഞു. ദിലീപ് കുമാർ അസിത. വിവരങ്ങൾ നൽകിയത് പാലക്കാട് നിന്ന് ഷാരിഖ് നവാസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.